ആയിരങ്ങളുടെ മനസ്സിൽ ആത്മീയതയുടെ പ്രകാശം പരത്തിയ വടകര ഗുരുസ്വാമിയുടെ 7ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവിലെ 100 കണക്കിന് ശിഷ്യന്മാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ശരണം വിളികളുടെയും കർപ്പൂര ആരതികളുടെയും ഭജനകളുടെയും അനുഭൂതികളിൽ നിന്ന് ഗുരുസ്വാമി വിട പറഞ്ഞത് ഒരു മണ്ഡലകാലത്തായത് തന്നെ ശിഷ്യർക്ക് ചരമദിന ഓർമ്മ കൂടുതൽ ഭക്തി സാന്ദ്രമാവുകയാണ്. ഗുരുസ്വാമിയുടെ 7ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് 100 കണക്കിന് ശിഷ്യന്മാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സുനിൽ വടകരയുടെ സോപാന സംഗീതത്തോടു കൂടി നടത്തിയ സാംസ്കാരിക പരിപാടിയിൽ കാവിൽ കുമാര ഗുരുസ്വാമി അധ്യക്ഷത വഹിച്ചു. MT ഗോപിനാഥ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വത്സലൻ കുനിയിൽ, മണലിൽ മോഹനൻ, രാഘവ ഗുരുസ്വാമി, PV ബാബു, ദ്യുതി പ്രവീൺ, രഞ്ജി കുറപ്പ്, പവിത്രൻ ചോമ്പാല എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി വടകരയിലുള്ള ആളാണ്. പാരലൽ കോളേജിൽ ഒരുപാട് വർഷങ്ങളായി തുടങ്ങി ഇന്നും തുടരുന്ന ഒരവസ്ഥയിലുള്ള വ്യക്തിയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളെ കാലഘട്ടം, നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ ഒക്കെ തന്നെ വളരെ ശോഷിച്ച ഒരു സാംസ്കാരിക അപചയത്തിൻ്റെ അസ്വസ്ഥതകൾ പേറുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനൊരേ ഒരു വഴി സ്വാമി ചിദാനന്ദപുരി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിലൊക്കെ പറയേണ്ടായി, മറ്റൊരു സംഭവത്തിനും മറ്റൊരു ചിന്തക്കും മറ്റൊരു തത്വചിന്തക്കും ചിന്താധാരക്കും ഒന്നും തന്നെ നമ്മുടെ ഈ തലമുറയെ, ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഈ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ ആത്മീയ ചിന്ത വേണം. ആ ആത്മീയ ചിന്തയിലേക്ക് ഒരു ജനതയെ അടുപ്പിച്ച് നിർത്താൻ പാകത്തിലുള്ള വ്യക്തിത്വങ്ങൾ, ആത്മീയാധിഷ്ഠിതമായ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ പ്രവർത്തനം നടത്താനുള്ള വ്യക്തിത്വങ്ങളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് വടകര ഗുരുസ്വാമി എന്നറിയപ്പെടുന്ന നമ്മുടെ ആദരണീയനായ സ്വർഗീയ ശ്രീരാമക്കുറുപ്പ് സ്വാമി അവர்கள், അദ്ദേഹം ഒരു ആയുഷ്കാലം മുഴുവൻ ഒരു ജനതയെ ആത്മീയതയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ജനതക്ക് ആത്മീയതയുടെ കുളിരെന്താണ്? ഇനി ഒരു ഇടവേള. എൻ്റെ പിതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തണലേകിയത് ഈ ശരണമന്ത്രങ്ങളായിരുന്നു. ഒരു ജീവിതകാലം മുഴുവനും എൻ്റെ പിതാവ് പിന്തുടർന്നത് ഭക്തിമാർഗമായിരുന്നു. ആ ഭക്തിമാർഗം എന്നത് ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം ഭദ്രമാക്കാനുള്ള ഉറച്ച നിലപാടായിരുന്നു. ഒരു വലിയ ധനിക കുടുംബത്തിൽ ജനിച്ചതായിരുന്നു എൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലം വടകരയിലായിരുന്നില്ല.